കിഡു മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രയാങ്കിൾ ഡിവിഷൻ കണ്ടില്ലേ? മനസ്സിലായെന്ന് വിചാരിക്കണം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് 19 and 20 11 പ്രോബ്ലം കണ്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ആദ്യത്തെ 3 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നോക്കിയാൽ അവിടെ ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾസ് അവർ തന്നിട്ടുണ്ട്. In a triangle given below, 2 lines are drawn from the top vertex of a triangle to the bottom side. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കട്ടൗട്ട് തന്നെയാണ് കേട്ടോ. ഈ കട്ടൗട്ട് മാക്സിമം ഉപയോഗിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തേക്കണേ? ഈ ട്രയാങ്കിളിനെ 3 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ ട്രയാങ്കിൾ ഡിവിഷൻ ആണല്ലോ പഠിക്കുന്നത്. ഈ ട്രയാങ്കിളിനെ 3 പീസായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ ലൈൻ ഒരു പ്രത്യേക ഏതോ ഒരു റേഷ്യോയിൽ കട്ട് ചെയ്തേക്കാം. നമ്മളോട് ഇന്ന റേഷ്യോ 1:2:3 എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ബേസ് ലൈൻ, അപ്പോൾ ഈ ബേസ് ലൈൻ നമുക്ക് ആദ്യം ഒരു പേര് കൊടുക്കാം, ABC. ഈ AB എന്ന് പറയുന്ന ബേസ് ലൈനിനെ അവർ 3ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തപ്പോൾ 3 ട്രയാങ്കിളുകളും ഉണ്ടായി. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of the 3 triangles in the picture. അതായത് ഈ ബോട്ടം ലൈനിനെ ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്തത് അതേ റേഷ്യോയിലാണ് ഈ 3 ട്രയാങ്കിളിൻ്റെയും ഏരിയയും എന്ന് പ്രൂവ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പ്രത്യേക റേഷ്യോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ തിയറം തന്നെ. ആദ്യത്തെ നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞില്ലേ, തിയറല്ല പ്രോപ്പർട്ടി ആദ്യത്തെ പറഞ്ഞില്ലേ. അതായത് ബോട്ടം ബേസ് ലൈനിനെ ഏത് റേഷ്യോയിൽ ഒരു ലൈൻ കട്ട് ചെയ്യുന്നോ അതേ റേഷ്യോയിൽ തന്നെ അതിൻ്റെ ഏരിയയും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അന്ന് അത് നമ്മൾ പറഞ്ഞത് 2 എണ്ണത്തിനായിരുന്നു. ഇനിയിപ്പോൾ ആ 2 എണ്ണത്തിനെന്ന് പറഞ്ഞത് 3 എണ്ണത്തിനായാലും ശരിയാകുമോ? അതായത് ഒരു ലൈനിനെ നമ്മൾ ബൈസെക്റ്റ് ചെയ്യണതിന് വരെ നമ്മൾ 3ആയിട്ട് കട്ട് ചെയ്തു എങ്കിൽ അപ്പോൾ അതിൻ്റെ ഏരിയയും അതുപോലെ തന്നെ 3ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ആവുമെന്നാണ്. അതേ റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ആവുമോ? ഈക്വൽ എന്നല്ല, അതേ റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ആവുമെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അവരതുകൊണ്ട് ഏത് റേഷ്യോയിൽ എടുത്താലും ശരിയാവുമോ എന്നറിയണം അല്ലേ. അതുകൊണ്ട് അവർ സ്പെസിഫിക് റേഷ്യോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു റേഷ്യോ എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ റേഷ്യോ എന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അറിയാത്തവരെയൊക്കെ എന്താ കൊഞ്ചിച്ച് വിളിക്കാറ്? XYZ എന്നൊക്കെയല്ലേ വിളിക്കാറ്. അപ്പോൾ നമുക്ക് ഈ ബേസ് ലൈനിനെ XYZ റേഷ്യോയിലാണ് കട്ട് ചെയ്തേക്കണമെന്ന് വിചാരിക്കാം. നമുക്ക് ഇവർക്ക് ഇവിടെ ഇടയിലുള്ള പോയിന്റ്സിനൊക്കെ ഓരോ പേര് കൊടുക്കാം. ABCDE. ഓക്കെ, ABCDE. അപ്പം നമുക്കിപ്പോൾ 3 ട്രയാങ്കിളുകൾ കിട്ടി, അതുപോലെ തന്നെ 3 കഷ്ണങ്ങൾ കിട്ടി. അപ്പം ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? AD is to DE is to EB. അതല്ലേ നമ്മുടെ ഈ 3 പീസസ്. AD is to DE is to EB. നമ്മൾക്ക് എത്രയാണോ നമ്മൾ എടുത്തിരിക്കണേ? X is to Y is to Z ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ആ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്തത്. അപ്പം നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഓരോ ട്രയാങ്കിളും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിട്ട് ഇതിനെ വിളിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയയും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ തേർഡ് ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലും X is to Y is to Z റേഷ്യോ ആണ് എന്ന് തെളിയിക്കണം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിളിന് എന്ത് വരയ്ക്കണം? നമ്മൾ പ്രൂവ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. പ്രൂഫ്. അപ്പോൾ പ്രൂഫ് നമുക്ക് നോക്കാം. നമുക്ക് ഈ 1 2 3 എന്ന് എഴുതിയതും വായിക്കാട്ടോ. തൽക്കാലം ഇതിനാണ് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്കിതിന് ഈ ട്രയാങ്കിളിന് ഒരു ഹൈറ്റ് വേണ്ടേ? നല്ല നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിയിൽ നിന്നുള്ള പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുന്നു. അത് എത്രയായിരിക്കും? H, ഹൈറ്റ്, ഉന്നതി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഹൈറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ കാണണം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. എന്താ നമുക്ക് തെളിയിക്കേണ്ട കാര്യം? ഇതാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദിസ് ഈക്വൽ ടു ഏരിയ ഓഫ് ആദ്യത്തെ ട്രയാങ്കിൾ ഏതാണ്? ADC. Triangle ADC is to
area of triangle DEC is to area of triangle CEB. CEB ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് കേട്ടോ നമുക്ക് തെളിയിക്കേണ്ട കാര്യം. എന്താണ് ചെയ്യേണ്ടതെന്ന് ബോധ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇതാണ് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടു നോക്കാം, എന്നിട്ട് അവർ തമ്മിലുള്ള റേഷ്യോ നോക്കാം. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ABC. അപ്പൊ അതിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. എന്താണ് ഇവിടെ? ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് BH അല്ലേ ഫോർമുല. അപ്പൊ ഹാഫ് BH ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് എന്താ? AD ഇൻറ്റു ഹൈറ്റ് എത്രയാ? അപ്പൊ ഇവിടെ ഹൈറ്റ് വരച്ചിരിക്കുന്ന കണ്ടിട്ട് ഇതിന്റെ ഹൈറ്റ് h ആണോ എന്ന് കൺഫ്യൂഷൻ വരുമോ? വരേണ്ട കാര്യമില്ല. നോക്കിയോ, നിങ്ങളിപ്പോൾ ഈ ട്രയാങ്കിളിൽ ഞാൻ എടുത്ത് വേറെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കും. ഇതിങ്ങനെ നമ്മുടെ ADC ആണ് ഇതെന്ന് വിചാരിക്കും. അപ്പൊ ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെയാ വരിക? ഇതൊരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ അല്ലേ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് എപ്പോഴും എവിടെ വരും? ട്രയാങ്കിളിന്റെ പുറത്ത് വരും അല്ലേ. നമ്മള് താഴേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പം എന്താ സംഭവിക്കുക? ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ലൈൻ വെച്ചിട്ടാണ് നമുക്ക് ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ h ഈ ഹൈറ്റ് ആണ് വരാം. ഓക്കെ. അപ്പൊ ട്രയാങ്കിളിന്റെ ഒരു ഏത് ബേസ് എപ്പോഴും ഓർത്തോണം കേട്ടോ. ഒരു ബേസ് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ എത്ര ട്രയാങ്കിൾ ആയിട്ട് തിരിച്ചാലും, ഇപ്പൊ AB എന്നുള്ള ബേസ് വെച്ചിട്ട് നിങ്ങൾ എത്ര എണ്ണമായിട്ട് ഈ ട്രയാങ്കിളിനെ തിരിച്ചാലും അതിനെല്ലാത്തിനും സെയിം ഹൈറ്റ് ആയിരിക്കും. ബേസ് AB ആയിരിക്കുന്നിടത്തോളം ട്രയാങ്കിളിനെ എത്രയായിട്ട് തിരിച്ചാലും സെയിം ഹൈറ്റ് ആയിരിക്കും. പക്ഷെ ബേസ് മാറ്റി ഇപ്പം ഇവിടുന്ന് BCയിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിന്റെ എന്താ ഹൈറ്റ് വരാൻ പോണത്? h. അപ്പൊ AD ഇൻറ്റു h ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, നമ്മൾ AD എത്രയാണ് എടുത്തിരിക്കുന്നത്? x എന്നല്ലേ. അപ്പൊ ഹാഫ് XH ആദ്യത്തേതിന്റെ കിട്ടി. ഇനി അടുത്തതിന്റെ നോക്കാം. അടുത്തത് ഏതാ? നമ്മുടെ ട്രയാങ്കിൾ DEC സെക്കൻഡ് വൺ. അപ്പൊ ഇനി ഇൻ ട്രയാങ്കിൾ DEC ഏരിയ ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു അവിടെ ബേസ് എത്രയാണ്? DE ഇൻറ്റു ഹൈറ്റ് h തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു DE എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? y ആണെന്നല്ലേ. അപ്പൊ ഹാഫ് YH. ഇനി അടുത്ത നോക്കാം. ഏതാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ CEB ഈക്വൽ ടു CEB എന്ന് പറയുന്നത് ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് EB ഇൻറ്റു h അല്ലേ ഇതിന്റെ ബേസ്. ഹാഫ് ഓഫ് EB ഇൻറ്റു h ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തോന്നു? ഹാഫ് ഓഫ് EB എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? Z. ഹാഫ് ZH. അപ്പൊ ഇപ്പൊ മൂന്നെണ്ണത്തിന്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മൂന്ന് പേരുടെയും തമ്മിൽ റേഷ്യോ നോക്കാലോ. അപ്പൊ നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CEB ഈക്വൽ ടു ഈ മൂന്നെണ്ണത്തിനെയും ഈസ് ടു സൈൻ ഇട്ട് റേഷ്യോയുടെ സൈൻ ഇട്ട് എഴുതാം. ഹാഫ് XH ഈസ് ടു ഹാഫ് YH ഈസ് ടു ഹാഫ് ZH. അപ്പൊ എന്താ റേഷ്യോ കാണാൻ പറ്റിയ പ്രത്യേകത? കോമൺ ടേം വന്നു കഴിഞ്ഞാൽ, ഒരേപോലത്തെ ടേം വന്നു കഴിഞ്ഞാൽ അതെല്ലാം വെട്ടിപ്പോവും. അപ്പൊ ഇവിടെ ആരൊക്കെയാ കോമൺ ടേം വന്നിരിക്കുന്നത്? ഹാഫ് വന്നിട്ടുണ്ട് മൂന്നെണ്ണത്തിലും. അപ്പൊ മൂന്നിലും ഒരേപോലത്തെ വന്നാൽ വെട്ടിപ്പോവും. പിന്നെ ആരാ ഒരുപോലെ വന്നേക്കണേ? h അല്ലേ. അപ്പൊ hഉം പോയി. പിന്നെ ആരാ മിച്ചമുള്ളത്? x ഈസ് ടു y ഈസ് ടു z. അതല്ലായിരുന്നു നമ്മൾ തെളിയിക്കാൻ പോയത്. AB ഈസ് ടു DE ഈസ് ടു EB, AD ഈസ് ടു DE ഈസ് ടു EB, x ഈസ് ടു y ഈസ് ടു z ആണെങ്കിൽ, അതായത് ബേസിനെ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്തോ അതേ റേഷ്യോയിൽ തന്നെയാണ് എന്തും കിടക്കുന്നത്? ഏരിയയും കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ സന്തോഷാധിക്യത്താൽ എന്ത് എഴുതാം? ഹെൻസ് പ്രൂവ്ഡ്, തെളിയിച്ചു. ഓക്കെ. അപ്പൊ ആദ്യത്തേതിന്റെ ആൻസറായി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി അടുത്ത നോക്കാം. എന്താണ്, അവിടെ നമുക്ക് അവർ പിക്ചർ തന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്താണ്ടൊക്കെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കിയോ? എന്താണ് പറയണത്? ഇൻ ദ പിക്ചർ ബിലോ. അപ്പൊ ഇൻ ദ പിക്ചർ ബിലോ എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ ഒരു പിക്ചർ ആദ്യം തന്നെ വരച്ചേക്കാം. ഓക്കെ, ഇൻ ദ പിക്ചർ ബിലോ. എന്താണ് ഇൻ ദ പിക്ചർ ബിലോയ്ക്ക് പ്രത്യേകത? ഓക്കെ, ഇൻ ദ പിക്ചർ ബിലോ the top vertex of a triangle is joined to the end point of the bottom side. Top vertex is joined to the midpoint of the bottom side of the triangle, and then the midpoint of this line is joined to the other two vertices. ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. എന്നിട്ട് അവരെ ചോദിച്ചേക്കുന്നത് എന്താ? എന്ത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? Prove that the areas of all the 4 triangles obtained thus are equal to 1/4 of the area of the whole triangle. കേൾക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. ഒരു സംഭവമുള്ള കാര്യമില്ല കേട്ടോ. ആദ്യം തന്നെ പറയാം, എന്താ ചെയ്തേക്കുന്നത്? ഇങ്ങനൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ABC. ആ ട്രയാങ്കിളിന്റെ താഴത്തെ ബോട്ടം സൈഡിലെ മിഡ് പോയിന്റിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നൊരു ലൈൻ വരച്ചിരിക്കണം. അതായത് എബിയുടെ മിഡ് പോയിന്റ് നമുക്കിപ്പോ ഇതിന്റെ മിഡ് പോയിന്റ് നമുക്ക് ആണെന്ന് ABCD ആണെന്ന് എടുക്കാം. ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ വരച്ചിരിക്കുന്നു. അപ്പൊ അത് സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇനി എന്താ ചെയ്തേക്കുന്നത്? ഈ CDയുടെ മിഡ് പോയിന്റിൽ നിന്ന്, അതായത് ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരച്ചേക്കാണ്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. അതിനെ നമ്മളിപ്പോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? എന്ന് വിളിക്കാം അല്ലേ? അപ്പൊ ഇങ്ങനെ വരച്ചു. ഇനി ഈ ഇയിൽ നിന്ന് എങ്ങോട്ട് വരും? ഇതുപോലെ തന്നെ ഇപ്പുറത്തെ വെർട്ടെക്സിലേക്ക് വരച്ചിട്ടുണ്ട്. അപ്പൊ CDയുടെ മിഡ് പോയിന്റിൽ നിന്ന് മറ്റ് 2 വെർട്ടെക്സിലേക്ക് ഓരോ ലൈൻ വരച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ വലിയ ട്രയാങ്കിൾ ഏതാണ്? ABC. എന്താ തെളിയിക്കാൻ പറഞ്ഞേക്കുന്നേ? ഏരിയ ഓഫ് ഓൾ 4 triangles obtained is 1/4 of area of the whole triangle. ഇങ്ങനെ കിട്ടിയ ഈ 4 കുഞ്ഞു കഷ്ണങ്ങൾ ഉണ്ടല്ലോ, കുഞ്ഞു 4 ട്രയാങ്കിൾ കിട്ടിയിട്ടില്ലേ? ഈ 4 ട്രയാങ്കിളിന്റെ ഏരിയ ഈ വലിയ ട്രയാങ്കിളിന്റെ കാലാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ 4 എണ്ണം 4 ഈക്വൽ പാർട്സ് ആണെന്ന് തെളിയിക്കണം. ഈ 4 ട്രയാങ്കിളും 4 ഈക്വൽ കഷ്ണങ്ങളാണ്. ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ കൃത്യം 4 ആയിട്ട് പകുത്താൻ എന്തായിരിക്കും? അതാണ് ഇവർ ഓരോരുത്തരെന്ന് തെളിയിക്കണം. അപ്പം നമുക്ക് ഇതിനെ നമുക്കിപ്പോൾ ഫസ്റ്റ് വണ്ണം നമ്മൾ വിളിക്കുകയാണ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ വിളിച്ചു എന്ന് വിചാരിക്കുന്നത് 4 ട്രയാങ്കിൾസ്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഓരോന്നിൻ്റെയും ഏരിയ അല്ലേ? അപ്പം ഏരിയ ഓഫ് നമുക്ക് എപ്പോഴും ആദ്യം നമ്മൾ ഒരു പ്രൂഫ് വരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? എന്താ തെളിയിക്കേണ്ടത്? അതിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം. എന്നാലാണ് നമുക്കിപ്പോൾ എങ്ങടെ പോകേണ്ടതെന്നൊരു കൃത്യ ഡയറക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലല്ലേ ഏത് വഴിക്കുള്ള ബസ് കയറണമെന്ന് മനസ്സിലാവുള്ളൂ. എന്ന് പറഞ്ഞ കണക്ക് കൃത്യമായിട്ട് എന്താ തെളിയിക്കേണ്ടതെന്നാണ് ആദ്യം ബോധ്യം വരുത്തേണ്ടത്. അത് നമ്മൾ എഴുതി വയ്ക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഇല്ല കേട്ടോ. എന്താ തെളിയിക്കേണ്ടതെന്നുള്ള കാര്യം ആദ്യം ഉറപ്പിക്കാം. അപ്പോൾ ഏരിയ ഓഫ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ADE ഒന്നാമത്തെ അല്ലേ? ADE. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ അടുത്തത് ഏതാണ്? AEC. മൂന്നാമത്തേത് ഏതാണ്? ട്രയാങ്കിൾ CEB. അടുത്തത് ഏതാണ്? ട്രയാങ്കിൾ DBE അല്ലെങ്കിൽ EDB. ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. EDB. ഇവരുടെ എല്ലാം ഏരിയ ഏതിനോട് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? 1/4 ഓഫ് ഏതിന്റെ കാൽഭാഗമാണെന്ന്? വലിയ ട്രയാങ്കിളിന്റെ. അതായത് വലിയ ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ ABC. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ട കാര്യം. 2 ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏറ്റവും വലുതിൻ്റെ ഏരിയ ആദ്യം നമുക്ക് കണ്ടുപിടിച്ച് വയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ഫിഗറും കൂടി വരയ്ക്കുകയാണ്. കാരണം പിന്നെ നമുക്ക് ഓരോ കഷ്ണമായിട്ട് മുറിക്കണേ.
അതിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പിക്ചർ ഒന്നും കൂടി വരയ്ക്കണം കേട്ടോ. ഈ ട്രയാങ്കിളിൻ്റെ നമ്മൾ എന്ത് വേണം, ഏരിയ കാണണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മൊത്തത്തിൻ്റെ ഏരിയ കാണാം. അപ്പം അതിന് നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഹൈറ്റ് ആവശ്യമുണ്ട്. ആ ഹൈറ്റ് നമ്മൾ h ആണെന്ന് വിചാരിക്കണം. നമ്മുടെ ട്രയാങ്കിൾ ABC ആണ് കേട്ടോ ഇത്, ഈ വലിയ ട്രയാങ്കിൾ. അപ്പം നമുക്ക് ആദ്യം അത് കണ്ടു തുടങ്ങാം. പ്രൂഫ് നമുക്ക് ആദ്യം വലിയ ട്രയാങ്കിൾ ABCയുടെ ഏരിയ കണ്ടുവെക്കാം. എന്നിട്ട് ഇത് ഓരോന്നും അതിനോട് ഈക്വലാന്ന് തെളിയിച്ചാൽ പോരെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു, വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഹാഫ് AB ഇൻറ്റു H, ഹാഫ് BH എന്നാണ് വരുന്നത്. അത് ഏതൊരു വാല്യൂ 10, 100 എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് അപ്പം അതിനെ എളുപ്പത്തിന് എന്ത് വിളിക്കാം, ക്യാപിറ്റൽ A എന്ന് വിളിക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിനാണ്. നമ്മൾ കണക്ക് പഠിക്കുന്നവരൊക്കെ ഇച്ചിരി മടിയന്മാരായിരിക്കും, നമ്മൾ പല ഷോർട്ട് കട്ട് മെത്തേഡ്സ് അതിൽ ഉപയോഗിക്കും. അപ്പം നമ്മളിപ്പോൾ A എന്ന് വിളിച്ചു. ഈ A ആണ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ A എന്ന് വിളിച്ചു, അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ആവശ്യമില്ല. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. ആദ്യം എന്താ ചെയ്തേക്കണവർ, ഓരോന്നോരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കാൻ പോകും. അവർ ഈ പറഞ്ഞെടുത്ത് ആദ്യം അവരെന്താ ചെയ്തേ, ABയുടെ മിഡ് പോയിന്റ് എടുത്തു അല്ലേ. ABയുടെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ എവിടെ നിന്ന് വരച്ചു, സിയിൽ നിന്ന് വരച്ചു മിഡ് പോയിന്റിലേക്ക്. അപ്പൊ എന്താ വരുന്നത്, AD ഈക്വൽ ടു DB. AD ഈക്വൽ ടു DB അത് എവിടെ നിന്നായിരുന്നു നമുക്ക് മനസ്സിലായത്, G1 ആണ്, പറഞ്ഞിട്ടുണ്ട് മിഡ് പോയിന്റിലേക്കാണ് വരച്ചേക്കണേന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, AD ഈക്വൽ ടു DB ആണെങ്കിൽ ഏരിയ ഓഫ്, ഇത് ഇംപ്ലൈസ് എന്നുള്ള ചിഹ്നമാണ് കേട്ടോ മക്കളെ. നിങ്ങൾ ചിലപ്പോൾ ഫെമിലിയർ അല്ലായിരിക്കും. ഈക്വൽ ടുവിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ആരോ ഇട്ടാൽ എന്താണ്, ഇത് സൂചിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഇംപ്ലൈസ്, IMPLIES, ഇംപ്ലൈസ്. അപ്പോൾ അത് നമുക്ക് പലയിടത്തും ഉപയോഗിക്കാം. കാരണം മാത്സിൽ എപ്പോഴും നമ്മൾ എന്താ പറയുക, നന്നായിട്ടോടുകൂടി ചിഹ്നങ്ങൾ ഉപയോഗിക്കാം. നമുക്ക് എല്ലായിടത്തും ഈക്വൽ ടു സൈൻ ചുമ്മാ ഇടാൻ പറ്റില്ല. കുടുംബം മുതലാണെന്നുള്ള പോലെ എല്ലായിടത്തും ഈക്വൽ ടു ഇട്ട് എഴുതാൻ പറ്റില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ചിഹ്നം ഉപയോഗിച്ച് എഴുതി പഠിക്കാം. അപ്പോൾ ഇംപ്ലൈസ് ഇത് സൂചിപ്പിക്കുന്നത് എന്താ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയും ഹാഫായിട്ടുണ്ടാക്കും. ഈ മൊത്തം ഏരിയ ട്രയാങ്കിൾ ABCയുടെ മൊത്തം ഏരിയയിൽ ഇപ്പം 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, പ്രോപ്പർട്ടി 1 വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കോമ വേറെ ആരാണ്, ട്രയാങ്കിൾ BDC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ BDC. ഈ 2 ട്രയാങ്കിൾ ഇപ്പം എന്തായിട്ടുണ്ടാവും, ഈക്വൽ ടു ഹാഫ് ഓഫ്, വലിയ ട്രയാങ്കിളിന്റെ പകുതി ആയിരിക്കില്ലേ ഈ 2 ഫസ്റ്റ് പ്രോപ്പർട്ടി ആലോചിച്ച് നോക്കി. ബേസ് ലൈനിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബേസ് ലൈനിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നോ അതേ റേഷ്യോയിൽ തന്നെ എന്ത് സംഭവിക്കും, ഏരിയയും ഡിവൈഡ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ബേസ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് വശം വേണമെങ്കിലും ബേസ് ആയിട്ട് എടുക്കാട്ടെ, എപ്പോഴും താഴെയുള്ളതിന് തന്നെ ഒന്നും അർത്ഥമില്ല. ഇപ്പൊ ബിയിൽ നിന്ന് നമുക്ക് AC വേണമെങ്കിലും വരയ്ക്കാം, അതൊക്കെ പറ്റും. ഇപ്പൊ ഇവർ പറഞ്ഞ അനുസരിച്ച് ഏതിൽ നിന്നാണ് വരച്ചേക്കുന്നത്, C എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് AB എന്നുള്ളതിന്റെ മിഡ് പോയിന്റിലേക്കാണ് വരച്ചേക്കുന്നത്. അപ്പൊ എന്ത് വന്നിട്ടുണ്ടാവും, ഇപ്പൊ ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിന്റെ പകുതി ആയില്ലേ, ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു, ഹാഫ് ഓഫ്, നമ്മൾ ഈ ട്രയാങ്കിൾ ABCനെ എന്തെന്നാ എഴുതി വെച്ചേക്കണേ, ഏരിയനെ ക്യാപിറ്റൽ A എന്നല്ലേ, അപ്പൊ ഹാഫ് ഓഫ് A എന്ന് വന്നു. നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. പിന്നീട് കാര്യങ്ങൾ പറയാൻ എളുപ്പത്തിന് അങ്ങനെ നമ്പർ ഇട്ട് വെക്കുന്നത് കേട്ടോ. വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നിങ്ങളിത് സ്ഥിരം ചെയ്യും. ഇനി അടുത്തത് വരുമ്പോൾ അപ്പം നമ്മളിപ്പോൾ ഈ 2 കഷ്ണത്തിൻ്റെ കണ്ടുപിടിച്ചു കേട്ടോ. ഇനി നമുക്ക് ആരെ മുറിക്കാം, അവർ പറഞ്ഞ പ്രകാരം ഈ ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന്, CDയുടെ മിഡ് പോയിന്റിൽ നിന്ന് മറ്റേ വെർട്ടെക്സിലേക്ക് വരയ്ക്കാം. CDയുടെ മിഡ് പോയിന്റ് എവിടെയാണ്, ഇവിടെ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കാം. അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പം ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ADC എന്നുള്ള ഇത്
ഇതിനെ നമ്മളിപ്പോൾ രണ്ടായിട്ട് ഈ ഇട്ട് വെച്ച് കട്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഇതും അതുപോലെ തന്നെ സിഇയും ഈ ഡിയും ഈക്വൽ അല്ലേ? അപ്പൊ ഇതിന്റെ ഏരിയയും ഈക്വൽ ആവണ്ടേ? ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെയും ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കില്ലേ? അതായത് നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിന്റെയും സെക്കൻഡ് ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആണെന്ന് വരും. അപ്പൊ നമുക്ക് എഴുതാം. എന്ത് വന്നു? അടുത്ത നമ്മൾ കാര്യത്തിലേക്ക് വരാണ്. ഏതാണ്? സിഇ ഈക്വൽ ടു ഇ ഡി. ആര് പറഞ്ഞു? ഗിവൺ ആണ്. അങ്ങനെയാണ് മുറിച്ചേക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പൊ അത് ഗിവൺ കണ്ടീഷൻ ആണ്. അതെന്താ സൂചിപ്പിക്കുന്നത്? വിച്ച് ഇംപ്ലൈസ് എന്ത് സൂചിപ്പിക്കുന്നു? ഏരിയ ഓഫ് ഇതേപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മുടെ ട്രയാങ്കിൾസ്? എ ഡി ഇ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ കോമ അടുത്ത ട്രയാങ്കിൾ ഏതാ? സി എ ഇ സി. ട്രയാങ്കിൾ എ ഇ സി ഈക്വൽ ടു ഇവരുടെ രണ്ടിന്റെയും ഏരിയ ഏതിന്റെ പകുതിയാകും? ഈ വലിയ ട്രയാങ്കിളിന്റെ പകുതി അല്ലേ? എ ഡി സി എന്നുള്ള വലിയ ട്രയാങ്കിളിന്റെ പകുതിയാകും. അപ്പൊ എ ഡി സി എന്നുള്ള വലിയ ട്രയാങ്കിളിന്റെ പകുതി എന്ന് വെച്ചാൽ എത്രയാ? അത് തന്നെ ഹാഫ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയാണ്? എ ഡി സിയുടെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചേക്കണേ ഹാഫ് എ. അപ്പൊ അത് നമുക്ക് ഹാഫ് എ ഇട്ട് കൊടുക്കാം. അപ്പൊ നോക്കിയേ, ഹാഫും ഹാഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും? 1/4 a. അതിന് നമുക്ക് ഇക്വേഷൻ 3 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് ഇക്വേഷൻ 3. ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടെ വേണമല്ലോ. അതിപ്പോ എവിടെ എഴുതും? അപ്പൊ നമ്മള് 1, 2, 3 എഴുതിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇനി നമുക്ക് അത് എഴുതാൻ വേണ്ടി ഈ ട്രയാങ്കിൾ തൽക്കാലം കട്ട് ചെയ്യാം. കാരണം അവിടെ നമുക്ക് വീണ്ടും ഫിഗർ കിട്ടിയല്ലോ. നമ്മളിത് മായ്ക്കാണ്. ഇവിടെ എഴുതാം. അടുത്തത് ഏതാ? നമ്മള് ഇനി ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ്. ഏത്? ഇയിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാണ്. അപ്പൊ നമുക്കിപ്പോ എന്താ തന്നെ? സിഇ ഈക്വൽ ടു ഇ ഡി. അതും ഇതുപോലെ തന്നെ ഗിവൺ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സിഇ ഈക്വൽ ടു ഇ ഡി എന്നാണെങ്കിൽ ഏതാണ് നമ്മുടെ വലിയ ട്രയാങ്കിൾ? ഡി ബി സി എന്നുള്ള വലിയ ട്രയാങ്കിൾ. ഇതിന്റെ വലിയ ട്രയാങ്കിൾ കേട്ടോ. ഡി ബി സി എന്നുള്ള ട്രയാങ്കിൾ ഇപ്പൊ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? അതിന്റെ സി ഡി എന്നുള്ള ബേസിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് ഈ ട്രയാങ്കിളും രണ്ട് കഷ്ണമായിട്ട് ഈക്വൽ കഷ്ണങ്ങളായിട്ട് മാറും. വിച്ച് ഇംപ്ലൈസ് അപ്പൊ എന്ത് വന്നു? ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഇ ബി കോമ ട്രയാങ്കിൾ ഇ ഡി ബി. പിന്നെ രണ്ടിനെ നമുക്ക് ചേർത്ത് പറയാമല്ലോ. ഒരേ ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ചേർത്ത് പറയാൻ പറ്റുന്നേ. ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഓഫ് ഏരിയ ഓഫ് ഇതിന്റെ വലിയ ട്രയാങ്കിൾ ഏതാ? ഈ രണ്ടെണ്ണത്തിന്റെയും കൂടി ഇത്രയല്ലേ? ഈ ബി നമ്മുടെ ഡി ബി സി അല്ലെങ്കിൽ ബി ഡി സി ഏത് ഓർഡറിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ഡി ബി സി. അപ്പൊ ഏരിയ ഓഫ് ഡി ബി സി നമ്മൾ ബി ഡി സി നമ്മൾ ഓൾറെഡി ആ ഇക്വേഷൻ ആ രീതിയിൽ തന്നെ എഴുതാണ് കേട്ടോ. ബി ഡി സി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാം. ഇതിൽ നിന്ന് നോക്കിയേ, നമുക്ക് ഇതിന്റെ ഏരിയ എത്രയാണെന്നാ കിട്ടിയേക്കണേ? ഹാഫ് എ. ഹാഫ് ഓഫ് ഈ ഹാഫ് ഇവിടെ ഉണ്ട്. ഏരിയ ഓഫ് ബി ഡി സി ആണ് ഹാഫ് എ എന്ന് കിട്ടിയേക്കണം. അപ്പൊ ഹാഫ് ഓഫ് ഹാഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫും ഹാഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4a എന്ന് കിട്ടി. 1/4a. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് 1/4a, ഇവിടെ നമുക്ക് 1/4a. ഇക്വേഷൻ 4. ഇതല്ലായിരുന്നോ നമുക്ക് തെളിയിക്കേണ്ടേ മക്കൾ? നോക്കിക്കേ, ഏരിയ ഓഫ് ദിസ് ഈക്വൽ ടു 1/4a എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലായിരുന്നോ? എ എന്ന് നമ്മൾ വിളിച്ചത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലായിരുന്നോ? അപ്പൊ നമ്മൾക്ക് therefore ഇനി എന്ത് പറയാം? ഇതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത്. ഇപ്പൊ നമ്മളത് തെളിയിച്ചു. അതായത് എന്താണ്? therefore ഏരിയ ഓഫ് ദിസ് ആൻഡ് ദിസ് ആൻഡ് ദിസ് ഈക്വൽ ടു 1/4. എന്താണ് നമുക്ക് കിട്ടിയേ? 1/4 ക്യാപിറ്റൽ എ എന്നല്ലേ കിട്ടിയത്? 1/4a. ഇവിടെ 1/4a, ഇവിടെ 1/4a. എവിടെ നിന്നാണ്? ഫ്രം ഇക്വേഷൻ
3 and 4. ഇക്വേഷൻ 3ഉം 4ഉം വെച്ചിട്ട് നമുക്ക് അത് പറയാനുണ്ട്, ഇത് രണ്ടും 1/4a ആണ്. ഇനി എന്താണ് ഈ 1/4a എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഇതല്ലായിരുന്നു നമുക്ക് തെളിയിക്കണ്ടേ. അപ്പൊ നമുക്കിനി എന്ത് പറയാം? ഹെൻസ് പ്രൂവ്. ഓക്കെ, ഇതാണ് അടുത്ത ഭാഗം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഏതെങ്കിലും ഒരു ട്രയാങ്കിളിനെ ആദ്യം താഴത്തെ ബേസിനെ രണ്ടായിട്ട് പകുത്തു, അത് കഴിഞ്ഞിട്ട് ആ ലൈനിനെ വീണ്ടും പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് വെർട്ടെക്സുകളിലേക്ക് ജോയിൻ ചെയ്ത്, എങ്ങോട്ടെങ്കിലും ജോയിൻ ചെയ്താൽ പോരാ, വെർട്ടെക്സിലേക്ക് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണോ? മൊത്തം ഹോൾ ട്രയാങ്കിളിൻ്റെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടും. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൂഫൊക്കെ എഴുതുമ്പോൾ എപ്പോഴും നല്ല ലോജിക്ക് ഉണ്ടാവണം. ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഒഴുക്കുണ്ടാവണം അടുത്തതിലേക്ക് പോകുന്നതിന്. ആ സ്റ്റെപ്പുകൾക്ക് ഒരു നല്ല സീക്വൻസ് കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ എഴുതുമ്പോൾ വായിക്കണവർക്ക് നോക്കണവർക്കൊക്കെ ഒരു ഇമ്പ്രഷൻ തോന്നും. അപ്പം അറിയാതെ മാർക്ക് വീഴും. ഇമ്പ്രഷൻ വരണമെങ്കിൽ നല്ല രസമായിട്ട് എഴുതണം, ലോജിക്കോടുകൂടി എഴുതിയാൽ നല്ലതായിരിക്കും. ഇത്രയും നിർത്തി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറയണേ? ഇൻ ദ പിക്ചർ ബിലോ ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജോയിൻ ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഒരു കാര്യം അത് തന്നെ. ഇത് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ടോപ്പ് വെർട്ടെക്സ് താഴത്തെ മിഡ് പോയിന്റ്. അപ്പം നമ്മളിപ്പോൾ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് സീന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് വെർട്ടെക്സ് മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് ആൻഡ് ദെൻ ദ പോയിന്റ് ഡിവൈഡിങ് ദ ലൈൻ ഇൻ ദ റേഷ്യോ 2:1 ഈസ് ജോയിൻ ടു ദ അതർ 2 വെർട്ടെക്സ്. എന്നിട്ട് ഇപ്പോൾ ഈ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത ഈ ലൈനിലെ നമുക്ക് ABC എന്ന് വിളിക്കാം അല്ലെ, ട്രയാങ്കിളിനെ ABCD. ഈ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത ഈ ലൈനിനെ പിന്നെ ഡിവൈഡ് ചെയ്ത് നമ്മൾ മുമ്പേ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെ പക്ഷെ എങ്ങനെയാണ്? 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് മൊത്തം 3 ആണ് ലെങ്ത് എങ്കിൽ 3 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ 2:1 റേഷ്യോയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2ഉം 1ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യും. 2 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ 2:1 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതായത് ഒരു കഷ്ണം ചെറുതും മറ്റത് അതിന്റെ ഇരട്ടി വലിപ്പവും ഉണ്ടാവും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വെർട്ടെക്സുകളുമായിട്ട് യോജിപ്പിച്ചു. അങ്ങനെയായപ്പോൾ നമുക്കിപ്പോൾ 4 ട്രയാങ്കിൾ കിട്ടി അല്ലേ? 4 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. പക്ഷെ അവർ പറയണത് ഇതിലെ ഈ കഷ്ണം അത് ഒന്നുകൂടി എടുത്ത് വരയ്ക്കാണ് കേട്ടോ. 4 ട്രയാങ്കിൾ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണേ ഇങ്ങനെ കിട്ടുന്ന 3 ട്രയാങ്കിൾ, അതായത് ഈ പീസ് നമ്മൾ മായ്ച്ചു കളയണം. അപ്പൊ കിട്ടുന്ന ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 എണ്ണം. അപ്പൊ A, B, C, നമ്മളിപ്പോ ഇതിന് E എന്നാണ് പേര് കൊടുക്കുന്നത്. ഇവിടെ ഈ 3 ട്രയാങ്കിളും എന്താന്നാ പ്രൂവ് ചെയ്യണ്ടേ? 1/3 ഓഫ് ദ ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ. അതായത് ലാർജ് ട്രയാങ്കിൾ ഏതാ? നമ്മുടെ ABC. അതിന്റെ 1/3, അതായത് കൃത്യം 3 കഷ്ണമായിട്ടാണ് ഇതിനെ വിഭജിച്ചിരിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യണം. 1/3 എന്ന് വെച്ചാൽ 3ന്റെ ഒരു കഷ്ണം അല്ലേ? അപ്പൊ 3 ഈക്വൽ പാർട്സിന്റെ ഓരോ പാർട്ടിനും ഈ 3 എണ്ണത്തിന് സെയിം ഏരിയ ആണ്. എത്രയാണ് ആ സെയിം ഏരിയ? വലിയ ട്രയാങ്കിളിന്റെ 1/3 ഏരിയ ഉണ്ട്. അതായത് വലിയ ട്രയാങ്കിൾ 300 ആണെങ്കിൽ ഈ ഓരോ കുഞ്ഞു ട്രയാങ്കിളും 3 എണ്ണവും 100, 100, 100 ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം എന്ന് ചുരുക്കം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്ന. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എഴുതി വയ്ക്കാം. എന്താ നമ്മുടെ ലക്ഷ്യം? ഈ 3 ട്രയാങ്കിൾ അല്ലേ? ഈ 3 ട്രയാങ്കിൾ എന്താണ്? ടു പ്രൂവ്. എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഏരിയ ഓഫ് ഏതൊക്കെയാണ്? ABE, കോമ അടുത്തത് ഏതാണ്? ട്രയാങ്കിൾ കേട്ടോ. ട്രയാങ്കിൾ AEC, കോമ ട്രയാങ്കിൾ BEC. ഇതിന്റെ എല്ലാം ഏരിയ എന്തിനോട് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? 1/3 ഓഫ്
ഏരിയ ഓഫ് ബിഗർ ട്രയാങ്കിൾ. ബിഗർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സി. ട്രയാങ്കിൾ എ ബി സി ആണ് എന്നാണ് നമുക്ക് ചോദ്യം. ഇത് പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ പേടിക്കാനൊന്നുമില്ല, നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പ്രൂഫ് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യത്തെ പീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്താണ് ആദ്യത്തെ പീസ്? നമുക്ക് ഈ ലൈൻ തരുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണ്? ആ ലൈൻ തരുന്നതിന് മുമ്പുള്ള അവസ്ഥ ആകെ ഇത് മാത്രം നമ്മൾ ജോയിൻ ചെയ്തേക്കാണ് അല്ലേ? എ ഡി എന്താണ്? ഡി എ ഡി ഈക്വൽ ടു ഡി ബി. അതാണല്ലോ ആദ്യത്തെ അവസ്ഥ. ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അപ്പം ഡി മിഡ് പോയിന്റ് ഓഫ് എ ബി ആണെങ്കിൽ എ ബി ഈക്വൽ ടു ഡി ബി. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി 1 വെച്ചിട്ട് എന്ത് പറയാം? ഈ ലൈനിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ എന്ത് വന്നു? therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ഈ കഷ്ണത്തിന്റെ ഏരിയ ആരുടെ ഈക്വൽ ആകും? ഇപ്പുറത്തെ ഈ കഷ്ണത്തോട്, ഈ ട്രയാങ്കിളിനോട്. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി ഈക്വൽ ടു ഇവർ രണ്ടുപേരും ഏത് ഏരിയയുടെ ആയിരിക്കും? പകുതിയായിരിക്കുക ഹോൾ ട്രയാങ്കിളിന്റെ. നമ്മൾ മുമ്പേക്ക് ചെയ്തത് അത് തന്നെ, ആദ്യത്തെ പാർട്ടെല്ലാം അങ്ങനെ തന്നെ കേട്ടോ. ഈക്വൽ ടു ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇത് നമ്മൾ നേരത്തെ ഇപ്പം രണ്ട് കണക്കിലും പറഞ്ഞ കാര്യം തന്നെ. ഇത് എന്തായാലും മിഡ് പോയിന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വരും. ഇനി അടുത്തത് നോക്കാം. അടുത്തതിന്റെ പ്രത്യേകത എന്താ? അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇവരുടെ രണ്ടുപേരുടെയും ഏരിയ എന്താണെന്ന് നമുക്ക് കിട്ടിയേക്കണേ? ഹാഫ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇതിനെ നമ്മളിപ്പോൾ ഹാഫ് എ എന്ന് വിളിക്കുകയാണ് കേട്ടോ, നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടി. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയനെ നമ്മൾ ക്യാപിറ്റൽ എ എന്ന് വിളിക്കണം, തൊട്ട് മുമ്പിലത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മൾക്ക് അതിനെ ഹാഫ് എ എന്ന് പറയാം. ഇനി നമ്മൾ ഇതിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് 2, ഇത് 1 ഈ റേഷ്യോയിലാണ്. നേരെ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു വശം ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ ഇപ്പുറത്തെ വശം ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇനി ഓരോ ട്രയാങ്കിളിനെയും കുറിച്ച് നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 4 എണ്ണം കിട്ടി. നമ്മൾ ആദ്യം ഈ എ ഡി സിയുടെ ഡിവിഷനെ കുറിച്ച് നോക്കാൻ പോവാണ്. എ ഡി സി ഇപ്പം ഏതൊക്കെ തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഇത് 1, ഇത് 2 കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് 1, ഇത് 2. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ഏരിയ എന്തായിരിക്കും. അപ്പോ CE ഈസ് ടു ED. CE ഈസ് ടു ED ഏതാ റേഷ്യോ തന്നിരിക്കുന്നത്? 2:1. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ഇവരുടെ ഏരിയയും അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഡിവൈഡ് ചെയ്യപ്പെടുക? ഏത്? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഇത് ഏത് റേഷ്യോയിലാണോ ഈ ലൈൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇതും ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? വിച്ച് ഇംപ്ലൈസ് ഏരിയ ഓഫ് ഏതാണ്? AEC ഈസ് ടു ഏരിയ ഓഫ് ADE ഈക്വൽ ടു 2:1. ഈ വശം ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യപ്പെട്ടേക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ മാറ്റി നമ്മൾ ഇതിനെ ഫ്രാക്ഷനിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഫ്രാക്ഷനിൽ therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈക്വൽ ടു 2:1 എന്ന് പറഞ്ഞ ഫ്രാക്ഷനിൽ പറയുമ്പോൾ എന്താ വരാ? 2/3 ആണല്ലോ അല്ലേ? ഒരു മിഠായി ഞാൻ 4 മുറിച്ചു, എന്നിട്ട് ഒരു കൊച്ചിന് കാഭാഗം കൊടുത്തു, ഞാൻ 3/4 ഭാഗം തിന്നു എങ്കിൽ ഫ്രാക്ഷനിൽ പറയുമ്പോൾ എത്രയായിരിക്കും? 1:3 റേഷ്യോയിൽ ഞങ്ങൾ കഴിച്ചതെന്ന് പറയും മിഠായി. 1:3 റേഷ്യോയിൽ, അതായത് ഞാൻ ഒരു കഷ്ണം എടുത്തു, ഞാൻ 3 കഷ്ണം എടുത്തു, കൊച്ചിന് ഒരു കഷ്ണം കൊടുത്തു. അപ്പോൾ 1:3. അപ്പോൾ നിങ്ങൾ പറയും എന്നെ കണ്ടാലും പറയുന്ന മിഠായി. അപ്പോൾ ഫ്രാക്ഷനിൽ പറയുമ്പോൾ എന്താ പറയാ? 1/4 ആൻഡ് 3/4 അല്ലേ? റേഷ്യോയിൽ പറയുമ്പോൾ 1:3. പക്ഷെ ഫ്രാക്ഷനിൽ പറയുമ്പോൾ എന്ത് വേണം? ഇത് രണ്ടും കൂടി കൂട്ടിയത് വേണം നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കാൻ.
അപ്പൊ അതുപോലെ അങ്ങനെ ആകുമ്പോൾ ഇവിടെ 2:1 ആണ്. അപ്പൊ എന്ത് വരും? 2/3. മറ്റതിന്റെ എത്രയായിരിക്കും? 1/3. അപ്പൊ 2/3 ഓഫ്, അപ്പൊ അത് പറയണമെങ്കിൽ എന്തെങ്കിലും ചേർത്ത് പറയണം. 2/3 ഓഫ് ആരാണ്? ആരുടെ ഏരിയയുടെ 2/3 ആ? 2/3 ഓഫ് ഈ ട്രയാങ്കിൾ അല്ലേ? 2/3 ഓഫ് ADC എന്നുള്ള ട്രയാങ്കിൾ. 2/3 ഓഫ് ട്രയാങ്കിൾ ADC. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഓഫ് ADCയുടെ ഏരിയ എത്രയാ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ADCയുടെ ഏരിയ, ട്രയാങ്കിൾ ഈ BDCയുടെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയാണെന്ന്? ഹാഫ് A ആണെന്ന്. വലിയ ട്രയാങ്കിളിന്റെ പകുതിയാണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇത് വെട്ടിപ്പോവില്ലേ? ബാക്കി എന്താകും? 1/3 A എന്ന് കിട്ടി. 1/3 A. ഇതേപോലെ തന്നെ നമുക്ക് നോക്കിയേ, ഈ CEBയും എന്ത് തന്നെ കിട്ടും? 1/3 A എന്ന് കിട്ടും. ഈ CEBയും നിങ്ങൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ 1/3 എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി. അപ്പൊ അത് നമുക്ക് ഇവിടെ സിമിലർലി എന്ന് പറഞ്ഞ് എഴുതാട്ടോ. നിങ്ങൾ സിമിലർലി വെച്ച് എഴുതാറുണ്ടോ? ഇല്ലെങ്കിൽ ഒരേപോലെ വരുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എഴുതാം. സിമിലർലി ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC ഈക്വൽ ടു 1/3 A. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു, ഇതിനെ 2 എന്ന് വിളിച്ചു, ഇത് നമ്മുടെ 3. ഇനി നമുക്ക് ഈ കുഞ്ഞ് 2 ട്രയാങ്കിൾ അല്ലേ കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ 2ന്റെയും 3യുടെയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 1ന്റെയും 4ന്റെയും ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് എന്ത് വേണം? അവരെ തമ്മിൽ യോജിപ്പിച്ച് ഒറ്റ ട്രയാങ്കിൾ ആക്കുകയും വേണം. ഈ 1ന്റെയും 4ന്റെയും കണ്ടുപിടിച്ചിട്ട് ഒന്നിച്ചാക്കുമ്പോഴല്ലേ ഇവിടെ ഈ 3rd ട്രയാങ്കിൾ വരുന്നേ. അപ്പൊ അത് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനെ നോക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഈക്വൽ ടു 2:1. അതിൽ നിന്നാണ് നമുക്ക് 2/3 ഓഫ് ADC എന്ന് കിട്ടിയത്. അപ്പൊ ഇനി നമുക്ക് ഈ കുഞ്ഞു കഷ്ണത്തിലേക്ക് വരാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ, നമ്മുടെ ഈ കുഞ്ഞു ട്രയാങ്കിൾ ഏതാണ്? ADE റേഷ്യോ വെച്ച് പറയുമ്പോൾ എന്താ വരാ? 1/3 ഓഫ് ഏരിയ ഓഫ് ആരുടെ ഏരിയയുടെ 1/3 ആണ്? ADCയുടെ. ട്രയാങ്കിൾ ADC ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഓഫ് ADCയുടെ ഏരിയ എത്രയായിരുന്നു? ADC ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നേ? ഹാഫ് A. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 1/6 A എന്ന് കിട്ടും. അപ്പൊ ഇക്വേഷൻ 1, 2, 3 ഇതിനെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? 4. ഇതുപോലെ തന്നെ ഇപ്പൊ ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ കിട്ടിയതുപോലെ തന്നെയാണ് ഏതും വരുന്നത്? BDEയുടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതും സിമിലർലി വെച്ച് എഴുതിക്കൂടെ? സിമിലർലി ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE ഈക്വൽ ടു 1/6 A. ഇക്വേഷൻ 5. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ 5 ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഹാഫ് A എന്ന് കിട്ടിയത്, പിന്നെ ഇത്, പിന്നെ ഇത്, ഇത്, ഇത് 5 ഇക്വേഷൻ കിടപ്പുണ്ട്. അതിൽ എന്ത് വേണം? ഈ 4ാമത്തെ 5ാമത്തെ, അതായത് ഇതിന്റെ 2 പേരുടെയും കൂടി ഏരിയ കൂട്ടുന്നതായിരിക്കുമല്ലോ ഈ ADEയുടെ ഏരിയ. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏത് പോർഷൻ മായ്ക്കും? പണിയായല്ലോ. മായ്ക്കാൻ ഇഷ്ടമല്ല, ഒരു ബോർഡിലെല്ലാം കൊള്ളണം എന്നൊക്കെയാണ് ആഗ്രഹം, പക്ഷെ നടക്കാറില്ല. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE ഈക്വൽ ടു, നേരത്തെ ഇവിടെ എന്തുണ്ടായിരുന്നു? ഒരു D എന്ന് പറഞ്ഞൊരു പോയിന്റും കൂടി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുന്നതല്ലേ ഇതിന്റെ ഏരിയ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE പ്ലസ് ADEയുടെ ഏരിയയും BDEയുടെ ഏരിയയും തമ്മിൽ കൂട്ടണം. ഈക്വൽ ടു എന്ത് കിട്ടും? രണ്ടിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1/6 A. അപ്പൊ 1/6 A പ്ലസ് 1/6 E. രണ്ടും 1/6 ആണ്. മുകളിലത്തെ
ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ സമ്മേ ആഡ് ചെയ്യാലോ. അപ്പോൾ 1/6 1/6 ലൈറ്റ് ടേംസും ആണ്, എയും ആണ്. എയും ബിയും ആയിരുന്നെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 1/6 ആണ്, വീണ്ടും 1/6 ആണ്. അപ്പോൾ എന്ത് വരും? 2/6 അപ്പം ഇതും വെട്ടിപ്പോയി. എന്താണ് ആൻസർ? 1/3 എന്ന് കിട്ടി. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിക്കാം. അപ്പം നോക്കിക്കേ, നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എ എന്ന് പറയണത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? എ എന്ന് പറയണത് നമ്മുടെ ഏറ്റവും വലിയ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയനെയാണ് നമ്മൾ ക്യാപിറ്റൽ എ എന്ന് വിളിച്ചത്. അപ്പം നോക്കിക്കേ, ഇവിടെ ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്. ഇപ്പം നമുക്ക് കിട്ടി ഈ മൂന്നാമത്തെ പീസിൻ്റെയും എത്രയാണ്? 1/3 ആണ്. ഇത് ഫസ്റ്റ് പീസ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഈ 3 ട്രയാങ്കിളിൻ്റെയും ഏരിയ എത്രയാണെന്ന് കിട്ടി? 1/3 ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പം ഇതല്ലേ നമുക്ക് ചോദ്യം ഉണ്ടായിരുന്നേ, അത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയില്ലേ? ഹെൻസ് പ്രൂവ്ഡ്. Therefore area of this equal to 3 1/3 that is hence proved എന്ന് എഴുതിയാൽ ആൻസർ ആയി. മനസ്സിലായോ മക്കൾക്ക്? പ്രൂഫിൻ്റെ ഭാഗമായതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട, എളുപ്പമുള്ള പ്രൂഫുകളാണ്. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി നിങ്ങൾ എടുത്ത് കണ്ടാൽ മതി കേട്ടോ. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.